നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് അതിപ്രധാനമായിട്ടുള്ള ഒരു ആചരണത്തെയാണ് ഞാൻ നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നത്. ഭാഗ്യം എന്നത് പലർക്കും കയ്യെത്താ ദൂരത്താണ്. എന്തൊക്കെ ചെയ്തിട്ടും ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളത് ചിലരുടെ ഒരു ദുഃഖമാണ്. ജാതകത്തിലെ ദോഷമാകാം. കഠിനമായി പരിശ്രമിക്കാറുണ്ട്, എല്ലാ വിധത്തിലുള്ള സാഹചര്യങ്ങളും ഉണ്ട്. എന്നിരുന്നാലും ഭാഗ്യദോഷം മൂലം പലതും നഷ്ടപ്പെടുകയാണ് എന്ന് പല വ്യക്തികളും പരിതപിക്കാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് നിത്യോപാസനയിലൂടെ മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഭാഗ്യത്തെ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഒരു 41 ദിവസം ഏതാണ്ട് 1 മിനിറ്റ് മാത്രം അതിനായിട്ട് മാറ്റിവെച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും ഭാഗ്യത്തെ ലഭിക്കുന്നതാണ്. ആ ഒരു ചെറിയ വളരെ വിശേഷപ്പെട്ട അതിപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നത്. ഇത് വൈശാഖ മാസമാണ്. വൈശാഖ മാസത്തിന്റെ പ്രാധാന്യത്തെ നിങ്ങളോട് ഞാൻ മുൻപ് സംവദിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം വന്ന ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക. അതിന്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് മഹാവിഷ്ണു പ്രീതിയിലൂടെ ഈ വൈശാഖ മാസത്തെ പ്രയോജനപ്പെടുത്തുക, ഐശ്വര്യം നേടിയെടുക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ നക്ഷത്രത്തെ കുറിച്ചുള്ള അറിയേണ്ടതെല്ലാം എന്നുള്ള വീഡിയോകളും കാണുക. അതൊക്കെ നിങ്ങൾക്ക് വളരെ ഗുണം ചെയ്യുന്നതാണ്. നിങ്ങളുടെ പോരായ്മകളെയും ഗുണങ്ങളെയും ഒക്കെ അറിഞ്ഞിരുന്നുകൊണ്ട് ജീവിതത്തെ വിജയത്തിലെത്തിക്കാൻ അതുവഴി സാധിക്കുന്നതാണ്. അതാണ് എന്റെ ചാനലിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നതും. ജീവിത വിജയം നേടാൻ, ഭാഗ്യം കൈവരിക്കാൻ അതിപ്രധാനമായിട്ടുള്ള ഒരു ഉപായമാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ദൗർഭാഗ്യം പലർക്കും കൈയെത്തുന്ന ദൂരത്താണ്, എന്നാൽ ഭാഗ്യം എന്നത് പലർക്കും കൈയെത്താത്ത ദൂരത്താണ്. മനസ്സില്ലായ്മയോ മന്ത്രജപത്തിന്റെ കുറവോ ഒന്നുമല്ല. ഒരുപക്ഷെ അത് ജാതകത്തിലെ ദോഷമാകാം. വളരെയേറെ പരിശ്രമിക്കുന്നവർക്ക് പോലും ഭാഗ്യം കയ്യെത്താ ദൂരെയാകുന്നത് ജാതകദോഷം കൊണ്ട് തന്നെയാണ്, പൂർവജന്മ കർമ്മ ദുരിതം കൊണ്ട് തന്നെയാണ്. അങ്ങനെയുള്ളവർക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട്, ഒരു 41 ദിവസം കൊണ്ട് നമുക്ക് ഏതാനും മിനിറ്റുകൾ ഓരോ ദിവസവും മാറ്റിവെച്ചുകൊണ്ട് ഭാഗ്യത്തെ കൈയെത്തി പിടിക്കാവുന്നതാണ്. വളരെ എളുപ്പം തന്നെ. ആ ഒരു വിഷയത്തെ നിങ്ങൾക്കായിട്ട് ഞാൻ അവതരിപ്പിക്കുകയാണ്. ഇത് വൈശാഖ മാസം കൂടിയാണ്. ഈ മാസം അതിനുള്ള ഏറ്റവും നല്ല മാസമാണ്, സമയമാണ്. കൃത്യമായിട്ട് ഒരു 41 ദിവസത്തേക്ക് ഞാൻ ഈ പറയുന്ന കാര്യത്തെ ചെയ്തോളൂ. ഭാഗ്യം എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടാകും, ഉറപ്പാണ്. വളരെ നിസ്സാരമായി ചെയ്യാവുന്ന 2 കാര്യങ്ങളെയാണ് പറയുന്നത്. ഒന്ന്, നമുക്ക് ഏത് സാഹചര്യത്തിലും, ഇപ്പോൾ ഓഫീസിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ സ്കൂളിലോ കോളേജിലോ ഒക്കെ വെച്ചും ഏത് സമയത്തും ചെയ്യാവുന്ന രീതിയിൽ മഹാവിഷ്ണുവിനെ ഉപാസിക്കുന്ന രീതിയാണ് ആദ്യം പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം നിങ്ങൾ ഏവരും കേട്ടിട്ടുള്ളതാണ്. മഹാവിഷ്ണുവിന്റെ മന്ത്രങ്ങളിൽ ഒന്നാണ്. 12 അക്ഷര മന്ത്രമാണ്. 12 അക്ഷരങ്ങളുള്ള മന്ത്രമാണിത്. മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്താൻ അനുയോജ്യമായിട്ടുള്ള മന്ത്രമാണ്. മഹാവിഷ്ണുവിന്റെ മൂലമന്ത്രങ്ങളിൽ ഒന്നാണ്. ഈ മന്ത്രത്തെ കൃത്യമായിട്ട് നമ്മളുടെ ശരീരത്തിന്റെ ഊർജ്ജ തലത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിന്റെ മന്ത്ര ചൈതന്യത്തെ നമ്മളിലേക്ക് ആവാഹിക്കുക എന്നുള്ളതാണ് വളരെ ലളിതമായിട്ടുള്ള രീതി. അതിനായിട്ട് ചെയ്യേണ്ടത് ഈ മന്ത്രത്തെ 3 പ്രാവശ്യം ജപിക്കുക എന്നുള്ളതാണ്. ഇത് വ്യാഴം അഥവാ മഹാവിഷ്ണു പ്രതിദാനം ചെയ്യുന്ന ഗ്രഹത്തിന്റെ വിരലാണ്. അതിന്റെ തൊട്ട് താഴെയായിട്ടുള്ള വ്യാഴമണ്ഡലത്തിൽ വലത്ത് കൈയുടെ ചൂണ്ടുവിരൽ കൊണ്ട് ഒന്ന് എനർജൈസ് ചെയ്യുക, ഊർജ പ്രസരണം നടത്തുക. അതിനുശേഷം ഇപ്രകാരം നമ്മളുടെ ചെവിക്ക് താഴെയായിട്ട് ഇവിടുത്തെ മർമ്മസ്ഥാനത്ത് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് ഈ കൈകൊണ്ടോ അല്ലെങ്കിൽ 2 വിരലുകൊണ്ടോ, അതല്ല എങ്കിൽ ഇപ്രകാരം അപാനമുദ്ര പിടിച്ചുകൊണ്ടോ ഇപ്രകാരം 3 പ്രാവശ്യം ഒന്ന് തിരുമിയതിനു ശേഷം ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് ജപിക്കുക. അതിനുശേഷം വീണ്ടും 3 പ്രാവശ്യം ഇവിടെ കറക്കിയതിനു ശേഷം ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് ഇവിടെ ചൊല്ലുക. അതിനുശേഷം വീണ്ടും അപ്രകാരം കൈവിരലിൽ ഊർജ പ്രസരണം നടത്തിക്കൊണ്ട് തന്നെ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രത്തെ ഇപ്രകാരം 3 പ്രാവശ്യം ജപിക്കുക. 3 പോയിന്റുകളാണ് ചെവിപ്പുറയിലുള്ള താഴെയുള്ള മർമ്മസ്ഥാനം, ഇവിടെ 2ാമത് വലതുവശത്തെ താഴെയുള്ള മർമ്മസ്ഥാനം, 3ാമത് തൊണ്ടക്കുഴിയിലുള്ള മർമ്മസ്ഥാനം. ഇവിടേക്ക് ആ മർമ്മസ്ഥാനങ്ങളിലേക്ക് ഭഗവാന്റെ ചൈതന്യത്തെ ആവാഹിച്ച് നമ്മളുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന രീതിയാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ഈ മന്ത്രത്തെ
ഇപ്രകാരം ഏതു സമയത്തും ജപിക്കുക. അത് വീട്ടിൽ വെച്ച് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും നിങ്ങൾക്ക് നിസ്സാരമായിട്ട് ഏതാണ്ട് 1 മിനിറ്റ് പോലും എടുക്കില്ല. 1 മിനിറ്റിൽ താഴെയുള്ള സമയത്ത് ഈ മന്ത്രോപാസന നടത്താവുന്നതാണ്. ഇനി മറ്റൊരു രീതിയും കൂടെ നമുക്ക് നിങ്ങൾക്കായിട്ട് ഞാൻ പറഞ്ഞു തരാം. കൈവെള്ളയിലേക്ക് അല്പം മഞ്ഞൾ എടുക്കുക. നമ്മളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന മഞ്ഞളായാലും മതി. അത് കുറി തൊടാനായിട്ടുള്ള മഞ്ഞളാണ്. ഇപ്രകാരം കൈവെള്ളയിലേക്ക് മഞ്ഞൾ എടുത്തുകൊണ്ട് നമുക്ക് അത് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കുഴയ്ക്കുക. അതിനുശേഷം ഈ മഞ്ഞൾ പ്രസാദത്തെ നേരത്തെ കാണിച്ചതുപോലെ തന്നെ നമ്മളുടെ ഇടത് കൈയുടെ ചൂണ്ടുവിരൽ ഇപ്രകാരം വലത്ത് കൈയുടെ ചൂണ്ടുവിരലോ ഏതെങ്കിലും ഒരു വിരൽ കൊണ്ട് ഇപ്രകാരം എനർജൈസ് ചെയ്യുക. അതിനുശേഷം ഊർജ പ്രസരണം നടത്തുക. അതിനുശേഷം അവിടെ നിന്ന് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രത്തെ ജപിച്ചുകൊണ്ട് നെറ്റിയിൽ മഞ്ഞൾ തൊടുക. അതിനുശേഷം ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രത്തെ ജപിച്ചുകൊണ്ട് കണ്ടത്തിൽ തൊടുക. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രത്തെ ജപിച്ചുകൊണ്ട് നമ്മളുടെ നെഞ്ചിൽ ആ മന്ത്രത്തെ അലിയിച്ചു ചേർക്കുക, നമ്മുടെ ശരീരത്തിലേക്ക് ആവാഹിക്കുകയാണ്. ഇപ്രകാരം ഭഗവാൻ മഹാവിഷ്ണുവിനെ മൂലമന്ത്രത്താൽ നമ്മുടെ ശരീരത്തിന്റെ ഊർജ കേന്ദ്രത്തിലേക്ക് സ്വയം ആവാഹിച്ചെടുക്കുന്ന പ്രക്രിയയാണ്. വളരെ ഫലപ്രദമാണ്. ഭാഗ്യദോഷം എല്ലായ്പ്പോഴും പിന്തുടരുന്നു. എനിക്ക് ഭാഗ്യമില്ല, ജീവിതത്തിൽ എല്ലായ്പ്പോഴും എന്നെ ഭാഗ്യം തുണയ്ക്കുന്നില്ല, ദൗർഭാഗ്യമാണ് തുണയ്ക്കുന്നത് എന്നൊക്കെ പരിതപിക്കുന്നവരോട് നിങ്ങൾ ഭാഗ്യം വർദ്ധിപ്പിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ള ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കഠിനാധ്വാനം ചെയ്യാതെ ഒരു കാര്യവും നേടാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ചെറിയ നിസ്സാരപ്പെട്ട കാര്യങ്ങൾ പോലും പലരും അനുവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. ഭാഗ്യം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ലാൽ കിതാബ് പോലെയുള്ള കാര്യങ്ങളിൽ ചെറിയ ചെറിയ ഉപായങ്ങളിലൂടെ നമുക്ക് ഭാഗ്യവർദ്ധനമുള്ള നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ അതിപ്രധാനമായിട്ടുള്ള മഹാവിഷ്ണു പ്രീതിക്ക് ഉത്തമമായിട്ടുള്ള ഒരു വിദ്യയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് അവതരിപ്പിച്ചത്. ഇത് നിത്യം ചെയ്യുക. എല്ലാ ദിവസവും ഇത് ആവർത്തിക്കുന്ന പക്ഷം നിങ്ങൾക്ക് ഭാഗ്യം തന്നെ വന്നുകൊള്ളും. ഒരു ദൗർഭാഗ്യവും നിങ്ങളോടൊപ്പം ഉണ്ടാകില്ല. ഇതുവരെ ഇത് ആരംഭിച്ചിട്ടില്ലാത്തവർ ഉടൻ തന്നെ ആരംഭിക്കുക. ഏപ്രിൽ 28-ാം തീയതി മുതൽ വൈശാഖ മാസം തുടങ്ങിയാണ്. അതിന്റെ പ്രാധാന്യത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വൈശാഖ മാസത്തിൽ ഇത്തരത്തിലുള്ള മഹാവിഷ്ണു പ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഉത്തമമാണ്. മെയ് 1-ാം തീയതി വ്യാഴാഴ്ച വൈശാഖ മാസത്തിലെ ആദ്യത്തെ വ്യാഴാഴ്ചയാണ്. ഈ ഉപാസനയ്ക്ക് നിങ്ങൾക്ക് ആ ദിവസം ആവശ്യമെങ്കിൽ തിരഞ്ഞെടുക്കാം. അത് 41 ദിവസം തുടർച്ചയായിട്ട് ചെയ്യുക. പിന്നീട് അത് തുടർന്ന് ശീലമാക്കുന്നതും നല്ലതാണ്. ഈ 2 കാര്യങ്ങളും കൂടെ ഒന്നിച്ചു വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അതായത് ആദ്യം മർമ്മസ്ഥാനങ്ങളിൽ 3 മർമ്മസ്ഥാനങ്ങളിൽ ഭഗവാന്റെ മന്ത്രത്തെ സന്നിവേശിപ്പിക്കുക. അതിനുശേഷം മഞ്ഞൾ കൊണ്ടുള്ള തിലകധാരണത്തിലൂടെ മറ്റ് 3 മർമ്മസ്ഥാനങ്ങളിലേക്ക് ഭഗവാന്റെ ചൈതന്യത്തെ സന്നിവേശിപ്പിക്കുക. ഈ കാര്യം 2ഉം കൂടി ചെയ്യാൻ 1 മിനിറ്റ് പോലും നമുക്ക് ആവശ്യമാകില്ല. ജീവിതത്തിൽ പിന്നീട് ഒരു ദൗർഭാഗ്യവും ഉണ്ടാകില്ല. ഭാഗ്യം നിങ്ങളോടൊപ്പം ഉണ്ടാകും. ചെറിയ ചെറിയ ഉപായങ്ങൾ നമ്മളുടെ ഋഷീശ്വരന്മാർ നമുക്കായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അറിയാനുള്ള താല്പര്യത്തെ കമന്റിലൂടെ അറിയിക്കുക. തുടർന്ന് ഇതുപോലുള്ള വിഷയങ്ങളും വീഡിയോകളായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.